തിരുവനന്തപുരം മസ്തിഷ്കമരണം സംഭവിച്ച് വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന ഭർത്താവിന്റെ ബീജകോശങ്ങൾ വേർതിരിച്ച് ക്രയോപ്രിസർവ് ചെയ്യാൻ ഭാര്യയ്ക്ക് കേരള ഹൈക്കോടതി ഇടക്കാല അനുമതി നൽകി. ഭാവിയിൽ ഭർത്താവിൻ്റേതായ കുഞ്ഞു ലഭിക്കാനുള്ള സാധ്യത നിലനിർത്തുന്നതിനായാണ് ഭാര്യ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് MB സ്നേഹലത അധ്യക്ഷയായ ബെഞ്ചാണ് അനുമതി നൽകിയത്. അംഗീകൃത അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ART ക്ലിനിക്കിന്റെ സഹായത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭർത്താവിന് രേഖാമൂലമുള്ള സമ്മതം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വൈകി വന്നാൽ പിതൃത്വ സാധ്യത നഷ്ടപ്പെടുമെന്ന ഭാര്യയുടെ വാദം കോടതി പരിഗണിച്ചു. ചിക്കൻ പോക്സ് ബാധയെ തുടർന്ന് സെറിബ്രൽ വീനസ് ത്രോംബോസിസ് ഉണ്ടായതിനെ തുടർന്ന് ഭർത്താവിന് മസ്തിഷ്കമരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. സാധാരണയായി ഇത്തരം നടപടികൾക്ക് വ്യക്തിയുടെ എഴുത്തുപരമായ സമ്മതം ആവശ്യമായിരുന്നുവെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കോടതി ഇടപെട്ടാണ് അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി എൻ്റെ നാട് വാർത്താ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. 8129 622 842.